നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരളത്തിലെ നിരത്തുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വാഹന അപകടങ്ങളിൽ പൊലിഞ്ഞത് വിലപ്പെട്ട നിരവധി മനുഷ്യജീവനുകളാണ്. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ കർശന നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കാനാണ് തീരുമാനം. മോട്ടോർ വാഹന വകുപ്പ്, റോഡ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെയൊക്കെ തന്നെ സംയുക്തമായിട്ടുള്ള പരിശോധന രാത്രി കാലങ്ങളിലും ഇനി മുതൽ തുടരുന്നതായിരിക്കും. സംസ്ഥാനത്ത് അപകട മേഖലയായിട്ട് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധനയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗങ്ങൾ ചേർന്ന് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുക. വേഗപരിധി ലംഘിക്കൽ, മദ്യപിച്ച് വാഹനമോടിക്കൽ, ശ്രദ്ധയില്ലാതെ വാഹനമോടിക്കൽ, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതിരിക്കുക, അമിത ഭാരം കയറ്റി സർവീസ് നടത്തുക എന്നിവയ്ക്കെതിരെ നടപടിയുണ്ടാകും. ഇതിനോടൊപ്പം തന്നെ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണവും നൽകുന്നതായിരിക്കും. റോഡ് നിയമങ്ങളുടെ ലംഘനം നടത്തി പിടികൂടിയാൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടതാണ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സ്ത്രീകൾക്ക് വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരം 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്കായിട്ട് വിവിധ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. വിദ്യാഭ്യാസ വായ്പയായിട്ടും വ്യക്തിഗത വായ്പയായിട്ടും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് വായ്പകളായിട്ടും ഒക്കെ തന്നെയാണ് ആനുകൂല്യം നൽകി വരുന്നത്. നിലവിൽ വസ്തുജാമ്യമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കിക്കൊണ്ട് 4% മുതൽ 8% വരെയൊക്കെ പലിശ നിരക്കിലാണ് ഈ വായ്പാ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. 4 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയാണ് നമുക്ക് ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വനിതാ വികസന കോർപ്പറേഷന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് 2 ഗഡുക്കൾ പെൻഷനായിരിക്കും നമുക്ക് എത്തിച്ചേരുക. ഇതിനു വേണ്ടിയിട്ട് 1225 കോടിയോളം രൂപയാണ് സർക്കാർ സമാഹരിച്ചിരിക്കുന്നത്. ഇന്നാണ് ഇതിന്റെ വായ്പയെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പ് ലഭ്യമായിരിക്കുന്നത്. 1225 കോടിയോളം രൂപയാണ് ഇന്ന് സംസ്ഥാന സർക്കാർ കടമെടുത്തിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും വിവിധ ആനുകൂല്യ വിതരണങ്ങൾക്കുമൊക്കെ ആയിട്ട് വേണ്ടിയിട്ടായിരിക്കും ചിലവഴിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമോദി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത്. ഇവർക്ക് 1600-ന്റെ 2 ഗഡുക്കൾ എന്ന് പറയുമ്പോൾ 3200 രൂപയോളമായിരിക്കും ഈ ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എത്തിച്ചേരുക. വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ സർക്കാർ മുൻപും ഇത്തരത്തിൽ 2 ഗഡുക്കൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ക്രിസ്തുമസിനും 2 ഗഡുക്കൾ ലഭിക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിങ്ങിനായിട്ട് വീണ്ടും അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ KYC അപ്ഡേഷൻ സമയപരിധി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ തുടങ്ങിയ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളുടെ ഈ KYC അപ്ഡേഷൻ ഇതുവരെ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഡിസംബർ 16 വരെ സംസ്ഥാനത്ത് 88% മുൻഗണനാ റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് ഈ KYC അപ്ഡേഷൻ സമയപരിധി ഡിസംബർ മാസം 31 വരെ നീട്ടിയതായിട്ടും സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഈ KYC അപ്ഡേഷൻ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ല തുടർന്ന സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഡിസംബർ 17-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കൂടിയത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7150 രൂപയിലും പവന് 57,200 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.